വേണുണ്ട്. ഇതുകൂടി കഴിക്കൂ ഗോകുൽ. വേണ്ടടോ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കഴിച്ചേ പറ്റൂ. സമൃദ്ധ കൊടുത്തതുകൊണ്ട് ഇവൻ കഴിക്കും. ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ഒരെണ്ണം കൂടി വേണോന്ന് ചോദിച്ചാ മതി, അപ്പൊ ചാടിക്കടിക്കാൻ വരും. ഭാര്യമാര് സ്നേഹത്തോടെ ആഹാരം വിളമ്പിക്കൊടുത്താലേ ഏത് ഭർത്താവും കഴിക്കും. അല്ലാതെ നിന്നെ പോലല്ല. ഞാൻ എന്റെ ഭർത്താവിനെ ആവശ്യത്തിന് വിളമ്പി കൊടുക്കുന്നുണ്ട്. എടി, രാജീവ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇതുവരെ നീ അവന് നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, മര്യാദയ്ക്ക് അവന്റെ അടുത്തിരുന്ന് ഒന്ന് നോക്കിയിട്ടുണ്ടോ നീ? രാജീവിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു മുടക്കവും ഇല്ലല്ലോ. സമൃദ്ധ എല്ലാം നോക്കിയും കണ്ട് ചെയ്യുന്നോണ്ട് മാത്രം, അല്ലാതെ നീയൊന്നും ചെയ്തിട്ടല്ല. ഹലോ അവന്തിക. ഗുഡ് മോർണിംഗ് ഗോകുൽ. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാ. പറയൂ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യണ്ടേ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്തു തരും. കാര്യം എന്താന്ന് കേട്ട് കഴിയുമ്പോ ഗോകുൽ നോന്ന് പറയരുത്. അത് കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്തായാലും ഈ കാര്യത്തിൽ ഗോകുൽ എന്നെ സഹായിക്കണം. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്താ പ്രോബ്ലം ഒന്ന് പറ. എനിക്കൊരു ഒഫീഷ്യൽ കാര്യത്തിന് പൊന്മുടി വരെ പോകേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ എന്റെ എസ്റ്റേറ്റിലെ ഒരു നിയമപ്രശ്നം പരിഹരിക്കാനാ. ഒഫീഷ്യലായിട്ട് ഗോകുലിനെ സഹായിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ അൺഒഫീഷ്യലായിട്ട് ആസ് എ ലോയർ ഗോകുൽ കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമാകുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ ഗോകുലിന്റെ സഹായം ചോദിച്ചത്. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയല്ലേ ഗോകുൽ, പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, സമൃദ്ധയും കൂടെ കൂട്ടിക്കോ. നിങ്ങള് രണ്ടുപേരും കൂടി ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കാണില്ലേ? ട്രിപ്പ് അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. എങ്കിൽ പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ. സമൃദ്ധയും അമ്മയും കൂട്ടിക്കോ. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. തിരക്കുകളില്ലാത്തത് ആർക്കാ ഗോകുൽ? ഈ കോടതിയും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നേലും എവിടെയെങ്കിലും ഒക്കെ പോവാൻ പറ്റുമോ? ഇതുപോലുള്ള ഓരോ അവസരങ്ങളാണ് ഫാമിലിക്ക് സന്തോഷം നൽകുന്നത്. ദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വിത്ത് ഫാമിലി ഇതൊരു നല്ല ട്രിപ്പായിരിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. മാഡം പറഞ്ഞ അതേ ഡിസൈൻ തന്നെയല്ലേ? അതെ, ഒരു മാറ്റവും ഇല്ല. പണ്ട് അർച്ചനയുടെ കഴുത്തി കെട്ടാൻ സച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച അതേ താലി. ഈ താലി നാളെ ഗോകുൽ അർച്ചനയുടെ കഴുത്തി കെട്ടും. അല്ല, അവരറിയാതെ ഇതെങ്ങനെ ചെയ്യും? അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഈ താലി അവളുടെ കഴുത്തിൽ ഒരു ഊരാ കുടുക്കായി കിടക്കും. ഹോട്ടലിൽ ഞാൻ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാര്യങ്ങളോ? അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. അവിടെ എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്നാ ഞാൻ ഗോകുലിനോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ താലി കെട്ടുന്ന കാര്യമൊന്നും അറിയില്ല. അല്ല, അവിടെ ചെല്ലുമ്പോ അവർ സമ്മതിച്ചില്ലെങ്കിലോ? മുൻകൂട്ടി പറയുന്നതല്ലേ നല്ലത്. ഇതുപോലൊരു ചടങ്ങിനാണ് പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോക്ക് തന്നെ ക്യാൻസൽ ആവും. അവിടെ ചെന്ന് കഴിയുമ്പോ ഗോകുലിനോട് ഞാൻ കാര്യങ്ങൾ പറയും. അതാ നല്ലത്. എന്ന് പറഞ്ഞ ഏട്ടത്തി മരിച്ചു എന്നാണോ? അമ്മേ, അമ്മ ഇങ്ങനെ കരയാതെ. മരിച്ചു പോയെന്നൊന്നും ജോത്സ്യര് പറഞ്ഞില്ലല്ലോ. അവസാനിച്ചത് പറഞ്ഞ പിന്നെ മോനെ എന്താ അതിനർത്ഥം? എന്റെ മോളി ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നല്ലേ? അപകടത്തിൽ മരണം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. കരയേണ്ട, ഒരു ദുഃഖത്തിന് മറ്റൊരു മറുപുറവുമുണ്ട്. ആ കുട്ടിക്ക് പുനർജന്മം കിട്ടിയിട്ടുണ്ട്.
പുനർജന്മോ? അതെ. അർച്ചന ഇപ്പോൾ ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. എന്നുവെച്ചാ? 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരേ ജീവിതത്തിൽ തന്നെ മറ്റൊരു വഴിത്തിരിവിലേക്ക് യാത്ര തുടങ്ങിയതാകാം. പക്ഷേ ആദ്യത്തെ ജന്മം അവസാനിച്ചു എന്ന് തന്നെയാണ് എന്റെ മനക്കണ്ണിൽ തെളിയുന്നത്. എന്റെ മോളുടെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടണം. അതിനുള്ള കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുനർജന്മം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ 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 എന്റെ മോളിനെ അന്വേഷിക്കേണ്ടതാണ് ജോത്സ്യര് പറയുന്നത്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന എന്തെങ്കിലും നാം അന്വേഷിച്ചിട്ടാണോ? പോകുന്ന എന്തെങ്കിലും നാം പറഞ്ഞിട്ടാണോ? വേണ്ട സമയത്ത് വേണ്ടത് വരും. പുനർജന്മം പിന്നെ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? നിയോഗം തേടിപ്പോകേണ്ടതല്ല, അത് നമ്മളെ അന്വേഷിച്ച് വരേണ്ടതാണ്. വരാനുള്ള യോഗമുണ്ടെങ്കിൽ അത് വരും, ഇല്ലെങ്കിൽ എത്ര അന്വേഷിച്ചാലും അത് വരികയുമില്ല. ബാക്കിയെല്ലാം അറിയേണ്ട സമയത്ത് സ്വയം വെളിപ്പെടും. അങ്ങനെയാ കാണുന്നത്. ഇനി ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഭഗവാനേ, മോനെ ദക്ഷിണ കൊടുക്ക. ഭഗവാനേ.